RCB, മുംബൈ, പഞ്ചാബ് കഴിഞ്ഞ വർഷം ഈ പ്ലേ ഓഫ് കളിച്ച ഈ 3 ടീമുകളെ തന്നെയാണ് ഈ വർഷവും ഒരു ടോപ്പ് 3 ലെവലിലോട്ട് ഞാൻ പേഴ്സണലി നോക്കി കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ RCB, മുംബൈ അല്ലെങ്കിൽ ഇപ്പോൾ KKR, ചെന്നൈ ഇതിലുകൊണ്ട് അപ്പുറത്തോട്ട് കേരളത്തിൽ പല ടീമുകൾക്കും ഫാൻസ് ഇല്ല എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പഞ്ചാബിന് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതാണ്. സ്റ്റാർട്ട് ടു എൻഡ് വരെ അടിപൊളിയായിട്ട് തന്നെയാണ് അവർ കളിച്ചത്. അവസാന നിമിഷം RCBയുടെ കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ പ്രാർത്ഥനയുടെ പുറത്ത് മാത്രം. അപ്പോൾ എന്തായാലും പഞ്ചാബ് ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. കുറേ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിന് എടുത്തിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി നല്ല ചോയ്സ് ആയിരുന്നു. അതിൽ കൂപ്പർ കൊണോളി, ബെൻഡു വർഷത്തിനൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണു വിനോദ്, മലയാളിയായ വിഷ്ണു വിനോദ് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ക്യാപ്റ്റൻ വളരെ അണ്ടർ റേറ്റഡ് ആണ്. IPL തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ക്യാപ്റ്റന്മാർ ലിസ്റ്റ് എടുത്ത് ആദ്യം ഉണ്ടാകുന്ന പേര് ശ്രേയസ് അയ്യർ ആയിരിക്കും. ആ സെയിം സ്ക്വാഡ് തന്നെയാണ് വരുന്നത്. പക്ഷെ അവർക്ക് തുടക്കം തന്നെ ഒരു അടി കിട്ടി. അതായത് ഇംഗ്ലീഷിനെ അവർ റിലീസ് ചെയ്തു. ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോ ടോക്സ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വർഷം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കിഡിലൻ സീസണായിരുന്നു. ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് വരെ അടിപൊളിയായിട്ട് തന്നെയാണ് അവർ കളിച്ചത്. അവസാന നിമിഷം RCBയുടെ കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ പ്രാർത്ഥനയുടെ പുറത്ത് മാത്രം അങ്ങനെയല്ല കേട്ടോ, അവരുടെ മിച്ച രീതി കളിച്ചുകൊണ്ടാണ് അവർ ജേതാക്കളായത്. അപ്പോൾ എന്തായാലും ഫൈനലിലാണ് അടിപൊളിയത്. അതുവരെ കിഡിലിനായിട്ട് തന്നെയാണ് പഞ്ചാബ് കളിച്ചത്. അപ്പോൾ ഈ പഞ്ചാബിന് ഇത്രത്തോളം ഫാൻസ് ഉണ്ട്, അത് കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ പോലും ഇത്രത്തോളം ഫാൻസ് ഉണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നത് തന്നെ കഴിഞ്ഞ വർഷത്തെ അവരുടെ പെർഫോമൻസിലായിരുന്നു കേട്ടോ. അതിന് അത്രത്തോളം വലിയൊരു സപ്പോർട്ടുള്ള ടീമാണ് കേരളത്തിൽ. ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് അവരുടെ ഫാൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും പഞ്ചാബ് ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ RCB, മുംബൈ അല്ലെങ്കിൽ ഇപ്പോൾ KKR, ചെന്നൈ ഇതിലുകൊണ്ട് അപ്പുറത്തോട്ട് കേരളത്തിൽ പല ടീമുകൾക്കും ഫാൻസ് ഇല്ല എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പഞ്ചാബിന് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ സീസണും പഞ്ചാബ് ഫാൻസിൻ്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും പഞ്ചാബ് ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വർഷം നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ ടീമിന് ഏത് ലെവൽ വരെ എത്താൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം നമ്മൾക്ക് ലൈക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എന്നാലും നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈക്കും കമൻറ്റും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലും നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പഞ്ചാബ് കഴിഞ്ഞ വർഷം എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ തന്നെയാണ് പ്ലാൻ. അവർക്ക് ആ സെയിം സ്ക്വാഡ് തന്നെയാണ് വരുന്നത്. പക്ഷേ അവർക്ക് തുടക്കം തന്നെ ഒരു അടി കിട്ടി. അതായത് ഇംഗ്ലീഷിനെ അവർ റിലീസ് ചെയ്തു. ഇംഗ്ലീഷിനെ റിലീസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് എന്ത് ചെയ്തു, നേരെ പോയിട്ട് ലക്നൗ ടീമിൽ കയറി. അപ്പോൾ അതെന്തായാലും വലിയൊരു അടി തന്നെയാണ് പഞ്ചാബിന്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇംഗ്ലീഷിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കളിക്കൊരു രീതിയുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ മുംബൈക്ക് എതിരെ കളി നോക്കിയാൽ മനസ്സിലാവും. തുടക്കത്തിൽ വിക്കറ്റുകൾ പോകുന്നു, പഞ്ചാബ് പ്രഷറിലാണ്. ഇംഗ്ലീഷ് ക്രീസിൽ നിൽക്കുമ്പോൾ ബുംറയാണ് അറിയാൻ വരുന്നത്. നമുക്ക് ലോകത്തിലെ മറ്റേതൊരു ബാറ്ററായാലും ആ ഓവറൊന്ന് തള്ളിപ്പോകാൻ വേണ്ടിയിട്ട് നോക്കത്തുള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് ആ ഓവറിൽ 20 റണ്ണാണ് അടിക്കുന്നത്. അതുകൊണ്ട് ആ പ്രഷർ റിലീസാവുന്നു. പഞ്ചാബ് വീണ്ടും കളിയിലേക്ക് തിരിച്ചു വരുന്നു. മുംബൈക്ക് ഒരു ആധിപത്യം തുടക്കത്തിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് ആ ഒരു ഓസ്ട്രേലിയൻ ആറ്റിറ്റ്യൂഡാണ്. കളിയുടെ ഏത് ഘട്ടത്തിൽ പോലും കളി തിരിക്കാൻ കഴിവുള്ള ഒരു ഓസ്ട്രേലിയൻ ആറ്റിറ്റ്യൂഡാണ് ഇംഗ്ലീഷ് അവിടെ കാണിച്ചത്. അപ്പോൾ ഇംഗ്ലീഷിനെ പോലത്തെ ഒരു ക്ലച്ച് പ്ലെയർ അല്ലാത്തത് വളരെ വലിയൊരു അടി തന്നെയാണ്. സ്റ്റിൽ നല്ലൊരു കിഡിലൻ സ്ക്വാഡ് അവർക്കുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ക്യാപ്റ്റൻ വളരെ അണ്ടർ റേറ്റഡ് ആണ്. IPL തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ക്യാപ്റ്റന്മാർ ലിസ്റ്റ് എടുത്ത് ആദ്യം ഉണ്ടാകുന്ന പേര് ശ്രേയസ് അയ്യർ ആയിരിക്കും. അദ്ദേഹം ടീമിന് കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട്, ഡൽഹിനെ ഫൈനലിലോട്ട് എത്തിച്ചിട്ടുണ്ട്, അതുപോലെ പഞ്ചാബിനെ ഫൈനലിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കൈ കിട്ടിയ ടീമിനൊക്കെ അദ്ദേഹം മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കൊൽക്കത്തയ്ക്ക് കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ആ ടീം പുറത്താക്കിയത് അദ്ദേഹത്തെ. അപ്പോൾ എല്ലാം കൊണ്ടും മികച്ചൊരു ക്യാപ്റ്റനാണ്, നല്ല റെക്കോർഡുണ്ട്. ബട്ട് സ്റ്റിൽ പല പ്ലേയേഴ്സിനും, ഇപ്പോൾ ധോണിനോ രോഹിത്തിനോ അല്ലെങ്കിൽ കോഹ്ലിനോ ഹൃദിക് പാണ്ഡ്യയ്ക്കോ ഒന്നും കിട്ടുന്നൊരു അപ്രീസിയേഷൻ കിട്ടാതെ പോകുന്നൊരു പ്ലെയറാണ്. നമുക്കൊന്ന് ആലോചിച്ച് മനസ്സിലാവും, 6 അൺക്യാപ്ഡ് പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് അദ്ദേഹം ആ ടീമിനെ കൊണ്ടുപോയത്. അത്രയും പ്ലേയേഴ്സിൻ്റെ ലെവലിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ ടീമിനെ ഫൈനലിലോട്ട് എത്തിക്കുന്നത്. വേറെ ഏതൊരു പ്ലെയർ, അപ്പോൾ ധോണിയോ കോഹ്ലി രോഹിത്തൊക്കെ ആണെങ്കിൽ എത്രത്തോളം വലിയ അപ്രീസിയേഷൻസ് കിട്ടും. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ലെവലിലോട്ട്, ആ ഒരു ക്യാപ്റ്റൻസി മികവ് പലരും പറഞ്ഞ് കേട്ടിട്ടില്ല. അത് വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും അത് അംഗീകരിക്കപ്പെടുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ. അദ്ദേഹത്തിനെ പറയുന്ന കഴിഞ്ഞ അശ്വിൻ്റെയൊക്കെ ഒരു, അല്ലെങ്കിൽ ശ്രീകാന്തിൻ്റെയൊക്കെ ഒരു ലൈവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി മികവിനെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും ഇത്തവണ കഴിഞ്ഞ വർഷം കൈവിട്ട് പോയ കിരീടം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് വരുന്നത്. നല്ല കിഡിലൻ സ്ക്വാഡ് തന്നെ ഉണ്ട്. കുറേ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി നല്ല ചോയ്സ് ആയിരുന്നു. അതിൽ കൂപ്പർ കൊണോളി, ബെൻഡു വർഷത്തിനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓവർസീസ് ലോട്ടിലോട്ട് അവരൊക്കെയാണ് വരുന്നത്. അപ്പോൾ പിന്നീട് നല്ലൊരു പിക്ക് മൈക്കിൾ ഓവനായിരുന്നു. മൈക്കിൾ ഓവൻ നല്ലൊരു പിക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇംഗ്ലീഷിന് പകരം മൈക്കിൾ ഓവൻ തന്നെ കളിക്കാനാണ് ചാൻസ്. അപ്പോൾ ഒരു പ്രോബബിൾ 11 ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്.
പഞ്ചാബിന്. അതാണ് ഏറ്റവും ഏത് ടീമിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് അതാണ്. ഒരു പ്ലെയർ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ ആ ഒരു പ്ലേസിലോട്ട് വരാൻ കെൽപ്പുള്ള നിരവധി പ്ലേയേഴ്സ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം തന്നെ ലോക്കി ഫെർഗൂസനാണ് ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് പേസറായിട്ട് ടീമിൽ വരേണ്ട ഒരു പ്ലെയർ. അദ്ദേഹം പരിക്കുമലായത്തെ കുറച്ച് മത്സരങ്ങൾ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സേവിയർ ബാട്ട്ലറ്റിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോളർ ഉണ്ട്. അപ്പോൾ ഹർഷദീപും അദ്ദേഹവും അതുപോലെ തന്നെ ഇപ്പോൾ വൈശാഖ് വിജയകുമാർ ഉണ്ട്, അദ്ദേഹം നല്ല രീതിക്ക് ബോൾ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ബോളിംഗ് ഓൾമോസ്റ്റ് സെറ്റാണ്. പിന്നെ മാർക്കോ ആൻസൺ അല്ലെങ്കിൽ ഒമർ സായി, അപ്പോൾ അവരിൽ ആരെങ്കിലും. അപ്പോൾ ബോളിങ്ങിൽ പേസ് ബോളിംഗ് യൂണിറ്റ് വലിയ പ്രശ്നമില്ല, നല്ല അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ളൊരു ബോളിംഗ് യൂണിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാഹലുണ്ട് സ്പിന്നറിൽ. പിന്നെ അവിടെ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വേറൊരു സ്പിന്നറിനെ ആഡ് ചെയ്യണമെങ്കിൽ ഹർപ്രീത് ബ്രാറും ഉണ്ട്. ബ്രാറും നല്ല എക്കണോമിക്കലായിട്ട് പന്തെറിയുന്ന ഒരു ബോളറാണ്. അപ്പോൾ തുടക്കത്തിൽ പ്രിയാൻഷു ആര്യ അതുപോലെ തന്നെ പ്രഭ്സിമ്രാൻ സിംഗും. ഇതിൽ പ്രിയാൻഷു ആര്യ ഒരു അഭിഷേക് ശർമ്മ ലെവൽ പ്ലെയറാണ്. അപ്പോൾ ഇവർ നൽകുന്ന ഈ ഒരു തുടക്കത്തിന് ശേഷം പിന്നീട് വരുന്ന ശ്രേയസ് അയ്യരാണ്. പിന്നീട് നെഹൽ വധേര, ശശാങ്ക് സിംഗ്, അതുപോലെ തന്നെ സ്റ്റോയിൻസ്, അതിനോടൊപ്പം തന്നെ മാർക്കോ ആൻസനും പിന്നെ മൈക്കലോവനും ചേരുമ്പോൾ 8 കിഡിലൻ ബാറ്റ്സ്മാൻമാരുള്ളൊരു നല്ല സ്ട്രെങ്ത് ഉള്ളൊരു ബാറ്റിംഗ് യൂണിറ്റാണ്. അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ളൊരു ബോളിംഗ് യൂണിറ്റും സ്പിന്നേഴ്സും ബേസേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ബാലൻസ്ഡ് ആയൊരു ടീമാണ്. ഇംഗ്ലീഷിൻ്റെ ഒരു കുറവ് അങ്ങനെ അറിയില്ല ആ ടീമിൽ. പിന്നീട് നല്ല ഓപ്ഷൻസ് ഉണ്ട്, ബെഞ്ച് സ്ട്രെങ്ത്തും അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ വിഷ്ണു വിനോദ്, മലയാളിയായ വിഷ്ണു വിനോദ് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഷഡ്ജ കളിക്കുന്നുണ്ട്. അപ്പോൾ നിരവധി ഇന്ത്യൻ ടാലൻസും അവരുടെ പാളയത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോർഷസ് ആയാലും കൂപ്പർ കൊണോളി ആയാലും ഒക്കെ നല്ലൊരു ഓപ്ഷൻസാണ്. അപ്പോൾ മാറ്റി മാറ്റി ഇറക്കാനുള്ളൊരു ഓപ്ഷൻസും ഉണ്ട്. ബെഞ്ച് സ്ട്രെങ്ത്തും അടിപൊളിയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഇത്തവണ ബാലൻസ്ഡ് ആയൊരു ടീമാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി RCB, മുംബൈ, പഞ്ചാബ് കഴിഞ്ഞ വർഷം ഈ പ്ലേ ഓഫ് കളിച്ച ഈ 3 ടീമുകളെ തന്നെയാണ് ഈ വർഷവും ഒരു ടോപ്പ് 3 ലെവലിലോട്ട് ഞാൻ പേഴ്സണലി നോക്കി കാണുന്നത്. അപ്പോൾ എന്തായാലും പഞ്ചാബ് അതിലുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം കൈവിട്ടുപോയ കിരീടം ഈ വർഷം കിട്ടാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ അൺകാപ്ഡ് ആൻഡ് കാപ്ഡ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും പഞ്ചാബിൻ്റെ ഈ വർഷത്തെ സാധ്യതകളെന്ന് പറയുന്നത്. പിന്നെ ഓപ്പണിങ്ങിലൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ഇപ്പോൾ പ്രിയാൻഷു ആര്യ ആയാലും പ്രഭ്സിമ്രാൻ സിംഗ് ആയാലും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫൈനലിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഇൻകൺസിസ്റ്റൻസി മാറിക്കഴിഞ്ഞാൽ വളരെ കിഡിലൻ ഒരു ബാറ്റിംഗ് ടീമായിട്ട് തന്നെ പഞ്ചാബ് മാറും. അപ്പോൾ എന്തായാലും ഈ വർഷവും കിരീടത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ട. പഞ്ചാബിൻ്റെ ഫാൻസിന് വളരെ കോൺഫിഡൻറ്റോടുകൂടി തന്നെ ഈ വർഷത്തെ അവരുടെ ടീമിനെ നോക്കി കാണാം. നല്ല റിസൾട്ട് തന്നെ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സീസണും പഞ്ചാബ് ഫാൻസിൻ്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും പഞ്ചാബ് ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഈ വർഷം നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ ടീമിന് ഏത് ലെവൽ വരെ എത്താൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം നമ്മൾക്ക് ലൈക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എന്നാലും നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈക്കും കമൻറ്റും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലും നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു.